السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, നമ്മൾ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വസലവാത്തു സലാസത്തു അഖ്സാമിൻ ഫർദു ഐനിൻ വ ഫർദു കിഫായത്തിൻ വ സുന്നഹ്. നമസ്കാരത്തിന് 3 വകുപ്പുകൾ. അതൊന്ന് ഫർദു ഐനാണ്, മറ്റൊന്ന് ഫർദുൽ കിഫായാണ്, മറ്റൊന്ന് സുന്നത്താണ്. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫർദു ഐനിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അത് 5 വഖ്ത് നമസ്കാരങ്ങൾ ആണ് എന്നുള്ളത് ഗ്രന്ഥകാരൻ ഇവിടെ എഴുതിയത്, രേഖപ്പെടുത്തിയത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് പറയുന്നത് വസ്സാനി ഫർദുൽ കിഫായ, രണ്ടാമത്തേത് ഫർദുൽ കിഫായയാകുന്നു. ഈ ഫർദുൽ കിഫായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അല്ലാമ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാന ഫർദുൽ കിഫായ, ഫർദുൽ കിഫായയുടെ മാന അർത്ഥം അല്ലദി ഇൻ ലം യഖും ബിഹി മൻ യക്ഫി അസിമൻ നാസു കുല്ലുഹും, മതിയായവർ അത് നിർവഹിച്ചില്ല എങ്കിൽ അസിമൻ നാസു കുല്ലുഹും, എല്ലാവരും, ജനങ്ങളെല്ലാവരും കുറ്റക്കാരാകും. വ ഇൻ ഖാമ ബിഹി മൻ യക്ഫി, മതിയായവർ, പര്യാപ്തമായവർ അത് നിർവഹിച്ചാലോ സഖത അൻ സായിരിൻ നാസ്, മറ്റുള്ളവരെല്ലാം കുറ്റം ഒഴിവാകും, ഇല്ലാതാകും. ഇപ്പോൾ ഒരു കർമ്മത്തിന് ഇത്രയാൾ വേണം, പര്യാപ്തമാണ്, ആ ആളുകൾ നിർവഹിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം കുറ്റവിമുക്തരായി. ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഒരു നാട്ടിൽ 1000 ആളുകളുണ്ട്, 100 പേർ നിർവഹണം നടത്തിയാൽ ഒരു കാര്യം അത് നിർവഹിക്കപ്പെടും. എങ്കിൽ ആ 100 പേർ പ്രസ്തുത കർമ്മം നിർവഹിച്ചാൽ 1000 പേരും കുറ്റവിമുക്തരായി. 100 പേർ അത് നിർവഹിച്ചില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. ഇപ്പോൾ ജിഹാദിനെ കുറിച്ച് പറയും, അതിൻ്റെ ഹുക്ം ഫർദ് കിഫായയാണ്. അപ്പോൾ 100 പേരാണ് ഒരു ജിഹാദിന് ആവശ്യമായിട്ടുള്ളത് എങ്കിൽ ആ 100 പേർ അത് നിർവഹിച്ചാൽ 1000 ആളുകളും കുറ്റവിമുക്തരായി. 100 പേർ അതിന് തയ്യാറായില്ല എങ്കിൽ, മതിയായ പര്യാപ്തമായ 100 പേർ അത് നിർവഹിച്ചില്ല എങ്കിൽ ഈ 1000 പേരും കുറ്റക്കാരായി. ഫർദ് ഐനും ഫർദുൽ കിഫായയും തമ്മിൽ വ്യത്യാസം, രണ്ടിലും അഭിസംബോധന എല്ലാവരോടുമാണ് തുടക്കത്തിൽ. ഫർദ് ഐനെ പോലെ തന്നെ ഫർദ് കിഫായയിലും അഭിസംബോധന, ഒരു കർമ്മം നിർവഹിക്കുവാനുള്ള അഭിസംബോധന എല്ലാവരോടുമാണ്. എന്നാൽ ഫർദ് കിഫായയിൽ ചിലർ നിർവഹിച്ചാൽ എല്ലാവരും ബാധ്യതാ വിമുക്തരായി. ഫർദ് ഐനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് ആരും ബാധ്യതാ വിമുക്തരാവുകയില്ല, ഓരോരുത്തരും അത് നിർവഹിക്കുക തന്നെ വേണം. ഏതായാലും ഗ്രന്ഥകാരൻ ഫർദുൽ കിഫായയെക്കുറിച്ചാണ് പറയുന്നത്. വസ്സാനി ഫർദുൽ കിഫായത്തി, രണ്ടാമത്തേത് ഫർദുൽ കിഫായയാകുന്നു. ചിലർ പറയും ഒരാൾ നിർവഹിച്ചാൽ എല്ലാവരും കുറ്റവിമുക്തരായി, ആരും നിർവഹിച്ചില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരായി എന്ന്. യഥാർത്ഥത്തിൽ ഒരാൾ നിർവഹിച്ചാൽ എന്നുള്ളത് പ്രയോഗം സൂക്ഷ്മമല്ല, മതിയായവർ നിർവഹിച്ചാൽ എല്ലാവരും കുറ്റവിമുക്തരായി എന്നുള്ള സൂക്ഷ്മമായ പ്രയോഗമാണ്. അതാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാമ യൂസുഫ് ബിൻ അൽ ഹസൻ ഫർദുൽ കിഫായയുടെ ഗണത്തിൽ എണ്ണുന്ന നമസ്കാരം, ഒന്ന് അദ്ദേഹം പറയുന്നത് സലാത്തുൽ ഈദൈനി, 2 ഈദ് നമസ്കാരങ്ങളാണ്. സലാത്തുൽ ഈദൈൻ വയഖ്തുബു ബഅദഹ, സലാത്തുൽ ഈദൈൻ നിർവഹിച്ചതിന് ശേഷം അതിന് ഖുത്ബ നിർവഹിക്കും. വവഖ്തുഹ, സലാത്തുൽ ഈദൈനിൻ്റെ, ഈദ് നമസ്കാരത്തിൻ്റെ സമയം ഇൻദ ഇർതിഫാഇ ശംസ്, സൂര്യൻ ഉദിച്ചുയരുന്ന അവസരത്തിലാണ്. വയുസല്ലി ബി തക്ബീരിൻ, തക്ബീർ കൊണ്ടാണ് ഈദ് നമസ്കരിക്കുക. തക്ബീർ കൊണ്ട് ഈദ് നമസ്കരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എല്ലാ നമസ്കാരവും തക്ബീർ കൊണ്ടാണ് നിർവഹിക്കുക, തുടങ്ങുക. പക്ഷേ ഈദ് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തക്ബീർ, ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ 7, രണ്ടാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇന്തിഖാൽ ഉൾപ്പെടെ 6 തക്ബീറുകളാണ്. തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് പിന്നെ 6 തക്ബീർ ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്ന് ഉയരുമ്പോഴുള്ള തക്ബീറത്തുൽ ഇന്തിഖാൽ നിർവഹിച്ച് പിന്നെ 5 തക്ബീർ. ഈ തക്ബീറുകളുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ഗ്രന്ഥകാരൻ എണ്ണം പറഞ്ഞില്ല, വയുസല്ലി ബി തക്ബീരിൻ എന്നാണ് പ്രയോഗിച്ചുള്ളത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് വയുകബ്ബിറു ഫീ ലൈലത്തൈ അൽ ഈദൈനി മുത്ലഖൻ, വയുകബ്ബിറു, തക്ബീർ ചൊല്ലും, ഫീ ലൈലത്തൈ അൽ ഈദൈനി, 2 ഈദിൻ്റെയും രാവുകളിൽ, മുത്ലഖൻ, നിരുപാധികമായ തക്ബീർ, 2 ഈദിൻ്റെയും രാവുകളിൽ
സമയബന്ധിതമല്ലാതെ തന്നെയുള്ള തക്ബീർ ഉണ്ട് എന്നാണ്. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ അതാണ്. നിരുപാധികം എന്ന് പറഞ്ഞാൽ സമയബന്ധിതമല്ലാതെ. തക്ബീറുകൾ മുത്തലഖായിട്ടും മുഖയ്യദായിട്ടും ഉണ്ട്. മുത്തലഖായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പെരുന്നാൾ ഉറപ്പിച്ചതിൽ പിന്നെ പെരുന്നാൾ രാവുകളിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അങ്ങനെ ചൊല്ലുന്നതിന് മുത്തലഖൻ എന്ന് പറയുക. മുഖയ്യദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കപ്പെടുന്ന തക്ബീർ. അതാണ് ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത്. വഫിൽ അദ്ഹ, ബലി പെരുന്നാളിൽ, വഫിൽ അദ്ഹ എന്ന് പറഞ്ഞാൽ വഫി ഈദിൽ അദ്ഹ, ബലി പെരുന്നാളിൽ, അഖിബൽ ഫറായിദ്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ഉടനെ, ഫി ജമാഅത്തിൻ, സംഘടിതമായി. അപ്പോൾ ജമാഅത്തായി ഫർദ് നമസ്കാരങ്ങളുടെ ഉടനെ ബലി പെരുന്നാളിൽ തക്ബീറുണ്ട്. അതാണ് വയുക്കബ്ബിറു ഫി ലൈലത്തെ അൽ ഈദൈനി മുത്തലഖൻ. പിന്നെ വയുക്കബ്ബിറു ഫിൽ അദ്ഹ, ബലി പെരുന്നാളിൽ തക്ബീർ നിർവഹിക്കപ്പെടും. അഖ്ബൽ ഫറായിദ്, ഫർദ് നമസ്കാരങ്ങളുടെ ഉടനെ. ഫറായിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ സലവാത്ത് അൽ മഫ്റൂദ, നിർബന്ധ നമസ്കാരങ്ങളുടെ ഉടനെ, ഫി ജമാഅത്തിൻ, സംഘടിതമായ നിലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദ് നമസ്കാരങ്ങളുടെ സലാം വീട്ടിയ ഉടനെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് തക്ബീർ ചൊല്ലുക. ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് മിൻ അസ്രി അറഫത ഇല ആഖിരി അയ്യാമി തശ്രീഖ്. മിൻ അസ്രി അറഫത, അറഫ ദിവസത്തിൻ്റെ അസർ മുതൽ, ഇല ആഖിരി അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ. അപ്പോൾ അറഫ ദിവസം അസർ മുതൽ അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞെങ്കിൽ ദുൽഹജ്ജ് മാസത്തിൻ്റെ 11, 12, 13 ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. ആ ദിവസങ്ങളുടെ അവസാനം വരെ എന്ന് പറഞ്ഞെങ്കിൽ ദുൽഹജ്ജ് 13 അസർ നമസ്കാരം വരെ. കാരണം അയ്യാമു തശ്രീഖിൻ്റെ ആ ദിവസം അവസാനിക്കുന്നത് മഗ്രിബോട് കൂടിയാണ്. അപ്പോൾ അവസാനത്തെ അസർ വരെ, 13ൻ്റെ അസർ വരെ ഉള്ള നിർബന്ധ നമസ്കാരങ്ങളുടെ ഉടനെ ബലി പെരുന്നാളിൽ തക്ബീർ ചൊല്ലുക. അതാണ് മുഖയ്യദായ തക്ബീർ. മറ്റേത് മുത്തലഖായ തക്ബീർ. ഇതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഇവിടെ ഈ മുഖയ്യദായ തക്ബീർ അത് അറഫ ദിവസം അസർ മുതലാണോ, അതല്ല അറഫ ദിവസം ഫജർ മുതലാണോ, അതല്ല മറ്റേതെങ്കിലും സമയമാണോ, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷേ അലി ഇബ്നു അബി താലിബ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തുടങ്ങി സഹാബികളിൽ നിന്ന് അവർ അറഫ ദിവസം ഫജർ മുതൽ തക്ബീർ മുഖയ്യദായത് ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, അസഹുൽ അഖ്വാൽ ഫി തക്ബീർ അല്ലദി അലൈഹി ജുംഹൂറു സലഫ് വൽ ഫുഖഹാ മിന സഹാബ വൽ അയിമ്മ, സഹാബികളിൽ നിന്നും അതേപോലെ ഇമാംമാരിൽ നിന്നുമുള്ള ഫുഖഹാക്കളും അതേപോലെ പൂർവികരിൽ സിംഹഭാഗവും പണ്ഡിതന്മാരും അവരിൽ നിന്ന അഭിപ്രായങ്ങൾ ഏറ്റവും സഹിഹായത്, ശരിയായത്, അൻ യുക്കബ്ബിറ മിൻ ഫജ്രി യൗമി അറഫ ഇല ആഖിരി അയ്യാമി തശ്രീഖ് അഖ്ബ കുല്ലി സലാത്തിൻ, അറഫ ദിവസം ഫജർ മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ഒടുവരെ എല്ലാ നമസ്കാരങ്ങളുടെയും ഉടനെ തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മുഖയ്യദായ തക്ബീർ അത് അറഫ ദിവസം ഫജർ മുതൽ എന്നുള്ളതാണ് ഏറ്റവും സഹിഹായ ഖൗൽ എന്നുള്ളതാണ്. അതാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയൊക്കെ സഹിഹായ വാക്കായി പറഞ്ഞിട്ടുള്ളത്. ഇമാം അൽ ഹാക്കിം റഹിമഹുല്ല പറഞ്ഞു, ഫഅമ്മാ മിൻ ഫിഅലി ഉമറ വഅലിയിൻ വഅബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വഅബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഫസഹ അൻഹും തക്ബീർ മിൻ ഗദാതി അറഫത ഇല ആഖിരി അയ്യാമി തശ്രീഖ്. ഉമർ, അലി, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നിവരിൽ നിന്നൊക്കെ അറഫ ദിവസം ഫജ്റിൻ്റെ നമസ്കാരം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ ഒടുവരെ തക്ബീർ സഹിഹായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ അങ്ങനെ തക്ബീർ ചൊല്ലിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതേപോലെ കുറേ മസ്അലകളുള്ളൊരു വിഷയമാണ് ഗ്രന്ഥകാരൻ വളരെ ചുരുക്കി ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. നമുക്ക് ഗ്രന്ഥകാരൻ അടുത്ത നമസ്കാരം ഫർദുൽ കിഫായയിൽ അനുസ്മരിച്ചത് അല്ലെങ്കിൽ ഉണർത്തിയത് വായിക്കാം. ഒന്ന് സലാത്തുൽ ഈദൈൻ, അത് നമ്മൾ വായിച്ചു. ഇനി വസലാത്തുൽ ജനാസ നമസ്കാരം, അതും ഫർദുൽ കിഫായയിലാണ് ഗ്രന്ഥകാരൻ എണ്ണിയിട്ടുള്ളത്. ഇവിടെ സലാത്തുൽ ഈദൈൻ ഫർദുൽ കിഫായ എന്നാണ് പറഞ്ഞത്. അതും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. പല പണ്ഡിതന്മാരും സലാത്തുൽ ഈദൈൻ ഫർദുൽ കിഫായയല്ല, ഫർദു ഐനിൽപ്പെട്ടതാണ് എന്ന അഭിപ്രായക്കാരാണ്. ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത നമസ്കാരമാണ് സലാത്തുൽ ഈദൈൻ എന്ന് ഇവിടെ നമ്മൾ സന്ദർഭോചിതം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങളുടെ പ്രയോഗം കുന്നാനു ഉമറു അന്നുഖ്രിജ്, മുഅത്തിയ പറയുകയാണ്, ഞങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു കുമാരിമാരെയും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീരത്നങ്ങളെയും ഈദിലേക്ക് പുറപ്പെടുവിപ്പിക്കുവാൻ, വീട്ടിൽ നിന്ന് അവരെ ഇറക്കിക്കൊണ്ടുവരാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും
ഒഴിവാക്കാതെ നമസ്കരിച്ചിരുന്ന നിസ്കാരമാണ് സലാത്തുൽ ഈദൈൻ. ഇതൊക്കെ കൊണ്ട് തന്നെ ഈദ് നമസ്കാരം അത് ഫർദ് ഐനാണ് എന്ന് പറയുന്ന ഒരു പ്രമുഖ പണ്ഡിതന്മാരുണ്ട് എന്നത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. ആളുകൾ അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഗ്രന്ഥകാരനിവിടെ പറഞ്ഞ സലാത്തുൽ ജനാസ എന്ന് നമുക്ക് വായിക്കാം. വസലാത്തുൽ ജനാസത്തി യുകബ്ബിറു ഫീഹാ അർബഅൻ മിൻ ഗൈരി റുകൂഇൻ വലാ സുജൂദിൻ യഖറഉ ഫിൽ ഊല അൽ ഫാത്തിഹത വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി الثانിയതി വയദ്ഉ ലിൽ മയ്യിതി ഫി الثالث. വസലാത്തുൽ ജനാസ, ജനാസ നമസ്കാരം, യുകബ്ബിറു ഫീഹാ അർബഅൻ, അതിൽ 4 തക്ബീറുകൾ നിർവഹിക്കും. മിൻ ഗൈരി റുകൂഇൻ വലാ സുജൂദിൻ, റുകൂഅോ സുജൂദോ ഇല്ലാതെ. അപ്പോൾ റുകൂഉം സുജൂദും ഇല്ലാതെ ഖിയാം മാത്രം, നൃത്തം മാത്രം, 4 തക്ബീർ ചൊല്ലിക്കൊണ്ട്. യഖ്റഉ ഫിൽ ഊല അൽ ഫാത്തിഹ, ഒന്നാമത്തെ തക്ബീറിൽ അത് നിർവഹിച്ചാൽ ഫാത്തിഹ സൂറ ഓതും. വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി الثانിയ, രണ്ടാമത്തെ തക്ബീർ അത് നിർവഹിച്ചതിൽ പിന്നെ രണ്ടാമത്തെ തക്ബീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കപ്പെടും. വയദ്ഉ ലിൽ മയ്യിതി ഫി الثالث, മൂന്നാമത്തേതിൽ മയ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യും. മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആവുകൾ പല പ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട് തിരുസുന്നത്തിൽ. അപ്പോൾ മൂന്നാമത്തേതിൽ മയ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യും. വതകൂനു സ്വലാത്തു അലൈഹി ബഅദ അൻ യുഗസ്സൽ, വതകൂനു സ്വലാ അലൈഹി, മയ്യത്തിന് മേലിൽ നമസ്കാരം ആയിരിക്കും. ബഅദ അൻ യുഗസ്സൽ, മയ്യത്ത് കുളിപ്പിക്കപ്പെട്ടതിന് ശേഷം. വയുനദ്ദഫ്, മയ്യത്ത് വൃത്തിയാക്കപ്പെട്ടതിനും ശേഷം. വയുഖഫൻ, മയ്യത്തിന് കഫൻ ചെയ്യപ്പെട്ടതിനും ശേഷം. അപ്പോൾ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് അതിന് ശേഷമായിരിക്കും മയ്യത്തിന് ഉള്ള നമസ്കാരം. വതകൂനു സ്വലാത്തു അലൈഹി ബഅദ അൻ യുഗസ്സല വയുനദ്ദഫ വയുഖഫൻ. ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് വയുഖഫനു റജുലു ഫീ സൗബൈനി വൽ മർഅതു ഫീ ഖംസത്തിൻ. വയുഖഫനു റജുൽ, പുരുഷൻ ഖഫൻ ചെയ്യപ്പെടും. ഫീ സൗബൈനി, 2 വസ്ത്രങ്ങളിൽ. വൽ മർഅതു, സ്ത്രീ, ഫീ ഖംസത്തിൻ, 5 വസ്ത്രങ്ങളിൽ. ഇവിടെ പുരുഷൻ 2 വസ്ത്രത്തിൽ കഫൻ ചെയ്യപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വേള ഗ്രന്ഥകാരൻ ഈ 2 വസ്ത്രങ്ങളിൽ എന്നുള്ളത് സ്വീകരിച്ചത് ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ട വ്യക്തി മറമാടപ്പെടുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വകഫിനുഹു ഫീ സൗബൈഹി, അയാളുടെ 2 വസ്ത്രത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ മറമാടുക എന്ന്. അപ്പോൾ അവിടെ 2 വസ്ത്രം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് മുഹ്രിമിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചവൻ്റെ വിഷയത്തിലാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചവൻ മരിച്ചാൽ അവൻ ധരിച്ച അല്ലെങ്കിൽ 2 വസ്ത്രത്തിലാണ് അവൻ കഫൻ ചെയ്യപ്പെടേണ്ടത്. അത് അവൻ്റെ വിഷയത്തിൽ പ്രത്യേകം കേസാണ്. ഷഹീദിൻ്റെ വിഷയത്തിൽ എന്ന പോലെ ഷഹീദ് ഏതൊരു വസ്ത്രത്തിലായിരിക്കുകയാണ് രക്തസാക്ഷിയായത്, ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യപ്പെടണം എന്നതുപോലെ. അതാണ് ഏറ്റവും ഉത്തമം, നല്ലത്. ഇനി ആ ധരിച്ച വസ്ത്രമില്ല എങ്കിൽ വേറെ വസ്ത്രം ധരിപ്പിക്കാവുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യപ്പെട്ടത് 3 വസ്ത്രങ്ങളിലാണ്. കുഫിന ഫി സലാസത്തി അസ്വാബിൻ ബീദിൻ സുഹൂലിയത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യപ്പെട്ടു 3 വെളുത്ത വസ്ത്രത്തിൽ. അത് സുഹൂലിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ യമനിലെ സുഹൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിതമായ വസ്ത്രം എന്നർത്ഥത്തിൽ. ലൈസ ഫിഹ ഖമീസുൻ വല ഇമാമ, അതിൽ കുപ്പായമോ തലപ്പാവോ ഉണ്ടായിരുന്നില്ല. 3 വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതിയപ്പെടുകയായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും ഉത്തമം 3 വസ്ത്രമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഗ്രന്ഥകാരൻ 2 വസ്ത്രങ്ങളിൽ പുരുഷൻ കഫൻ ചെയ്യപ്പെടും എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വൽ മർഅതു ഫി ഖംസത്തിൻ, സ്ത്രീ 5 വസ്ത്രങ്ങളിൽ. അതാണ് ഏറ്റവും ഉത്തമം. ഉടുമുണ്ടും അതേപോലെ ഖമീസ് കുപ്പായവും പിന്നെ ഖിമാറും മുഖമക്കനയും പിന്നെ 2 പൊതിയുവാനുള്ള തുണികളും. ഇങ്ങനെ 5 വസ്ത്രങ്ങളിലാണ് സ്ത്രീ കഫൻ ചെയ്യപ്പെടുക. അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് വയുഹ്മലു തർബീഅൻ, മയ്യത്ത് വഹിക്കപ്പെടും തർബീഅൻ, തർബീആയ നിലയ്ക്ക്. എന്താണ് ഈ തർബീആയ നിലയ്ക്ക് മയ്യത്ത് വഹിക്കപ്പെടും എന്ന് പറയുന്നത്? വിശേഷ ഹംബലി ഫുഖഹാക്കളുടെ പ്രയോഗങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ് വയുഹ്മലു തർബീഅൻ. മയ്യത്ത് വഹിക്കപ്പെടുന്ന കട്ടിൽ, അതിന് 4 ഭാഗങ്ങളിൽ പിടിക്കാനുള്ള കാലുണ്ടായിരിക്കും, പിടിക്കാനുള്ള തൂണ്. ഈ 4 മൂലകളിലും അല്ലെങ്കിൽ 4 ഭാഗങ്ങളിലും വഹിച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കൊണ്ടുപോകേണ്ടത് എന്നാണ്. 4 മൂലകളിലും ആളുകൾ മയ്യത്തിൻ്റെ അല്ലെങ്കിൽ മയ്യത്തിനെ വഹിക്കുന്ന കാലിൻ്റെ തൂണ് പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് പറയുന്നത്. ഫിഖ്ഹി കിതാബുകളിൽ കാണാം, ഈ 2 അമൂദുകൾക്കിടയിൽ ആൾ നിന്ന്
മുന്നിൽ 2 തൂണുകൾ, അതിനിടയിൽ ആളുകൾ നിന്ന് ബൈനൽ അമൂദൈനിയിൽ വഹിക്കപ്പെടണമോ അതല്ല തർബിയായി വഹിക്കപ്പെടണമോ? അപ്പോൾ 2 തൂണുകൾക്കിടയിൽ ആളുകൾ നിന്നാൽ ആ നിൽക്കുന്നവൻ്റെ വലത് കൈയും അല്ലെങ്കിൽ വലത് ചുമലും പിന്നെ ഇടത് കൈയും ഇടത് ചുമലും ഇങ്ങനെ വഹിക്കപ്പെടുക. അപ്പോൾ തൂണുകൾക്കിടയിൽ മുന്നിലും പിന്നിലും മാത്രമേ ആളുണ്ടാവുള്ളൂ. അങ്ങനെയാണോ വഹിക്കപ്പെടേണ്ടത്? അതല്ല തർബിയായി 4 ഭാഗങ്ങളിലും നിന്ന് വഹിക്കപ്പെടുകയാണോ വേണ്ടത്? ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് വയുഹ്മലു തർബിയാൻ, അങ്ങനെ തർബിയായി വഹിക്കപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ വഹിക്കപ്പെടുമ്പോൾ മുന്നിൽ നിൽക്കുന്നവർ വഹിച്ച് മറ്റുള്ളവർക്ക് മാറിക്കൊടുക്കുക, എന്നിട്ട് ബാക്കിലേക്ക് വന്ന് പിന്നെ ബാക്കിൽ വഹിക്കുക. ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു രീതി, അതാണ് അവിടെ വയുഹ്മലു തർബിയാൻ എന്നതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. വയുദ്ഫനു ബഅദ സ്വലാത്തി ഫീ ഖബറിൻ അമീഖിൻ യംനഉ ദുഹൂറ റائحة. വയുദ്ഫനു ബഅദ സ്വലാ, നമസ്കാരത്തിന് ശേഷം മയ്യത്ത് ദഫൻ ചെയ്യപ്പെടും. ദഫൻ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മയ്യത്ത് മറമാടുക, മണ്ണിട്ട് മൂടുക. വയുദ്ഫനു ബഅദ സ്വലാ, നമസ്കാരത്തിന് ശേഷം, ജനാസ നമസ്കാരത്തിന് ശേഷം ദഫൻ ചെയ്യപ്പെടും. ഫീ ഖബറിൻ അമീഖിൻ, ആഴമുള്ള ഖബറിൽ. എത്ര മാത്രം ആഴം? യംനഉ ദുഹൂറ റائحة, മയ്യത്തിനുണ്ടാകുന്ന ഗന്ധം, മണം, അത് പുറത്തു വരുന്നതിനെ തടയും വിധം ഉള്ള. യംനഉ, ആഴം ഉള്ള ഖബർ, അത് തടയും. ദുഹൂറ റائحة, ഗന്ധം പുറത്തു വരുന്നത്. അപ്പോൾ മയ്യത്തിന് ഉണ്ടാകുന്ന ഗന്ധം അത് പുറത്തു വരുന്നതിനെ തടയും വിധം ആഴമുള്ള ഖബറിൽ വയുദ്ഫനു ബഅദ സ്വലാത്തി, ജനാസ നമസ്കാരത്തിന് ശേഷം മയ്യത്ത് മറമാടപ്പെടണം എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ കുറേ മസാലകളുള്ള ഭാഗമാണ്. പക്ഷേ നമ്മളിതിവിടെ ഗ്രന്ഥകാരൻ്റെ ഈ ഒരു വരികളെ വായിച്ച് അർത്ഥം പറഞ്ഞ് അനിവാര്യമായ അനുബന്ധങ്ങൾ പറഞ്ഞ് പോവുകയാണ്. ഇന്ന് നമ്മൾ ഗ്രന്ഥകാരൻ പറഞ്ഞ ഫർദുൽ കിഫായയാണ് ഇവിടെ മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു വസാനി ഫർദുൽ കിഫായ, എന്നിട്ട് സലാത്തുൽ ഈദൈനി വയഖ്തുബു ബഅദഹ വവഖ്തുഹ ഇൻദ ഇർതിഫാഇ الشمس ويصلي بتكبير ويكبر في ليلتي العيدين مطلقا وفي الأضحى عقب الفرائض في جماعة من عصر عرفة إلى آخر أيام التشريق. وصلاة الجنازة يكبر فيها 4 من غير ركوع ولا سجود، يقرأ في الأولى الفاتحة ويصلي على النبي صلى الله عليه وسلم في الثانية ويدعو للميت في الثالثة، وتكون الصلاة عليه بعد أن يغسل وينظف ويكفن الرجل في ثوبين والمرأة في 5 ويحمل تربيعا ويدفن بعد الصلاة في قبر عميق يمنع ظهور الرائحة. ഇതുവരെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഗ്രന്ഥകാരൻ നമസ്കാരത്തിൻ്റെ 3ാമത്തെ വകുപ്പ്, അത് സുന്നത്തുൻ എന്ന് പറഞ്ഞില്ലേ, ഫർദ് ഐൻ പറഞ്ഞു, ഫർദുൽ കിഫായയും പറഞ്ഞു, ഇനി വസുന്നത്തുൻ. എന്താണ് സുന്നത്തായിട്ടുള്ള വിഷയം, നമസ്കാരങ്ങൾ? അതിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൽ അവൻ നമുക്ക് ഫിഖ്ഹ് അരുളുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.